നിങ്ങൾ തമ്പ്ലൈൻ കണ്ട പോലെ തന്നെ എങ്ങനെ ഒരു കട്ടൗട്ട് ആനിമേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാനിപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്യാപ് കട്ടാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗം കാണിക്കുക. അതിൽ ന്യൂ പ്രൊജക്റ്റ് പോയിട്ട് നമുക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഈ കട്ടൗട്ട് ആനിമേഷൻ ചെയ്യേണ്ട വീഡിയോ മാത്രം സെലക്ട് ചെയ്തിട്ട് തുടക്കത്തിൽ ഇത് തന്നെ ഫ്രീസർ എന്നൊരു ഓപ്ഷൻ കാണും. സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഫ്രീസർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ പോയിട്ട് നമ്മൾ ഓവറിൽ കൊടുത്തിട്ട് അതിൻ്റെ മുമ്പത്തെ വീഡിയോൻ്റെ എൻഡിക്കായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഓവറിൽ ചെയ്ത ഈ വീഡിയോ ഒരു 5 സെക്കൻഡ് ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ റിമൂവ് അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ തന്നെ റിമൂവ് BG എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നിൽക്കിയതിന് ശേഷം ഓട്ടോ റിമൂവൽ അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റം റിമൂവൽ നമുക്ക് കൊടുക്കാം. ശേഷം ക്വിക്ക് ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ സബ്ജക്റ്റിൻ്റെ മേലെ ഒന്ന് പറഞ്ഞാൽ തന്നെ ആ സബ്ജക്റ്റ് ഫുള്ള് നമുക്ക് സെലക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മൾ അതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് കീ ഫ്രെയിം പറഞ്ഞത് ഈ ഒരു ഓപ്ഷനാണ്. ഈ ഓപ്ഷന് തുടക്കത്തിലും അതേമാതിരി എൻഡിലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം തുടക്കത്തിലുള്ള കീ ഫ്രെയിം നമുക്ക് അടിയിക്കൊന്ന് ജസ്റ്റ് അടിയിലാക്കി ഇങ്ങനെ അടിയിക്കൊന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പ്ലേ ചെയ്ത് നോക്കിയാൽ തന്നെ ഈ ഒരു ആനിമേഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ആഡ് ഓഡിയോ കൊടുത്തതിന് ശേഷം സൗണ്ട് എഫക്ട്സിൽ നമുക്കൊരു വൂഷ് ടൈപ്പിലുള്ള ഒരു സൗണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡാക്കുക. ഓഡിയോൻ്റെ ഒപ്പം ഈ സബ്ജക്റ്റ് മൂവ് ചെയ്യണില്ല വെച്ചാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നിൽക്കിയതിന് ശേഷം ഇവിടെ കുറേ ഗ്രാഫ്സ് നമുക്ക് കാണാൻ കഴിയും. ആഡ് ചെയ്തതിന് ശേഷം അല്ലാണ്ട് ഇത് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ കഴിയും. ഇവിടെ ആഡ് ബീറ്റ് കൊടുത്താൽ നമുക്ക് തന്നെ സ്വന്തം എഡിറ്റ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ തിരഞ്ഞെടുത്തിക്കണത്. അപ്പോൾ സെലക്ട് ആക്കിയതിന് ശേഷം ചെയ്താൽ വേണ്ടിയില്ലേ, അപ്പോൾ അതിന് മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതേപോലെ എല്ലാ വീഡിയോസിനും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ കുറേ ട്രെൻഡിങ് വീഡിയോസ് നമ്മൾ ഇതിൻ്റെ പുറകായിട്ട് ഇടുന്നുണ്ട്. അപ്പം ഇനി ഇതേപോലെ തന്നെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി കാണാൻ ശ്രമിക്കുക. എന്നാൽ ഫുള്ള് മനസ്സിലാക്കുക. 2 വീഡിയോസും പാടി നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. കൊണ്ട് കൊടുത്തതിന് ശേഷം റിമൂവൽ ഒരു ക്വിക്ക് ബ്രഷ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ട് കൊടുത്താൽ തന്നെ ഈ സബ്ജക്റ്റ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഫസ്റ്റിലും അത് എൻഡിലായിട്ട് ഈ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ മേലെ നിന്ന് ഇങ്ങോട്ട് അടിയിലേക്ക് ചാടുന്ന രൂപത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തുടക്കത്തിലുള്ള കീ ഫ്രെയിം പോയിട്ട് അത് മേലേക്ക് നീക്കി കൊടുക്കുക. ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് മേലേക്ക് ഒന്ന് കൊണ്ടുപോകാം. ഇപ്പോൾ കണ്ടില്ലേ, അങ്ങോട്ട് വന്ന് നോക്കണ്. ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ സൗണ്ട് എഫക്ട്സ് പോയിട്ട് ഞാനൊരു ഇതിലൊരു വേവിങ് ആണ് ആഡ് ചെയ്യണത്. വേവിങ് എന്ന് പറഞ്ഞ ഒരു സൗണ്ട് എഫക്ട്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ കാറിൻ്റെ ഈ പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. തുടക്കത്ത് കൊണ്ടുവച്ചതിന് ശേഷം ഫ്രീസറിന് ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓവറിൽ കൊടുത്തിട്ട് ആദ്യത്തെ വീഡിയോസിൻ്റെ എൻഡിങ്ങിലായിട്ട് നമ്മൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിലായിട്ട് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ചെയ്യണം. റിമൂവ് BG നീക്കിയതിന് ശേഷം ക്വിക്ക് ബ്രഷ് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഈ സബ്ജക്റ്റിനൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യണം. തുടക്കത്തിലും പിന്നെ എൻഡിലായിട്ടും 2 കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുവരെ ചെയ്ത മാതിരി തന്നെ തുടക്കത്തിലുള്ള കീ ഫ്രെയിം അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്താൽ കാണാൻ കഴിയും. ഈ ഒരു എഫക്റ്റിൽ വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ട്രെൻഡിങ് വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്.